ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോട്ടൽ സൊല്യൂഷൻസ് ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റം, ബിറ്റ്, ബൈറ്റ്, കമ്പ്യൂട്ടർ മെമ്മറി എന്നിവ എന്താണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ കമ്പ്യൂട്ടർ സംബന്ധമായി മറ്റ് വീഡിയോകൾ കാണുന്നതിനായി നമ്മളുടെ ചാനൽ വിസിറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. First, common number systems. The four most common number systems are decimal, binary, octal and hexadecimal. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന 4 നമ്പർ സിസ്റ്റമാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുത്തുന്നത്. അതിൽ ആദ്യത്തേതാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. ഇത് ബേസ് 10 നമ്പർ സിസ്റ്റം എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. രണ്ടാമത് വരുന്നതാണ് ബൈനറി നമ്പർ സിസ്റ്റം. ഇതിനെക്കുറിച്ചാണ് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കേണ്ടത്. ബൈനറി നമ്പർ സിസ്റ്റത്തെ ബേസ് 2 നമ്പർ സിസ്റ്റം എന്നും അറിയപ്പെടുന്നു. പിന്നീട് വരുന്നതാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം. ഒക്ടൽ നമ്പർ സിസ്റ്റത്തെ ബേസ് 8 നമ്പർ സിസ്റ്റം എന്നാണ് അറിയപ്പെടുന്നത്. പിന്നീട് വരുന്നത് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഇത് ബേസ് 16 നമ്പർ സിസ്റ്റം എന്നും അറിയപ്പെടുന്നു. ഇനി ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ഡെസിമൽ നമ്പർ സിസ്റ്റം. A number system which uses digits from 0 to 9 to represent a number with base 10 is known as decimal number system. The number system is expressed in base 10 where each value is denoted by 0 or first 9 positive integers. Each value in the system has the place value of power of 10. Digits in decimal number system are 0, 1, 2, 3, 4, 5, 6, 7, 8 and 9. അതായത് 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റുകൾ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്ന ബേസ് 10 ആയിട്ടുള്ള നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൽ ഉപയോഗിക്കുന്നത് 0 മുതൽ 9 വരെയുള്ള 10 ഡിജിറ്റാണ്. അതുകൊണ്ടാണ് ഇതിനെ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. ഈ ചിത്രത്തിൽ കാണുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ എഴുതിയിരിക്കുന്ന ഒരു നമ്പറാണ്. ഇതിൽ നോക്കിയാൽ ഒരു ഡെസിമൽ പോയിന്റിന് 2 സൈഡിലേക്കുമാണ് ഈ നമ്പർ സിസ്റ്റം വരുന്നത് എന്ന് മനസ്സിലാക്കാം. ഡെസിമൽ പോയിന്റിന് ലെഫ്റ്റിലേക്കുള്ളത് ഹോൾ നമ്പേഴ്സ് എന്നും ഡെസിമൽ പോയിന്റിന് റൈറ്റിലേക്ക് വരുന്നത് ഫ്രാക്ഷൻ നമ്പേഴ്സ് എന്നും ആണ് അറിയപ്പെടുന്നത്. ഇതിൽ ഓരോ നമ്പേഴ്സിനും ഒരു പ്ലേസ് വാല്യൂ ഉണ്ട്. ഡെസിമൽ പോയിന്റിന് ലെഫ്റ്റിലേക്ക് വരുന്ന ആദ്യത്തെ ഡിജിറ്റിന്റെ വാല്യൂ വൺസിൻ്റെതാണ്. പിന്നീട് ടെൻസ്, 100, 1000 അങ്ങനെ ലെഫ്റ്റിലേക്ക് വരുന്തോറും സംഖ്യകളുടെ പ്ലേസ് വാല്യൂ കൂടിക്കൂടി വരും. ഓരോ നമ്പറിനും അതിന് റൈറ്റിലുള്ള നമ്പറിനെ അപേക്ഷിച്ച് പ്ലേസ് വാല്യൂ അതിൻ്റെ 10 ടൈംസ് ലാർജർ ആയിരിക്കും. ഇവിടെ 5 എന്ന് പറയുന്നതിൻ്റെ 10 ഇരട്ടിയായിരിക്കും 0 എന്ന് പറയുന്നതിൻ്റെ പ്ലേസ് വാല്യൂ. 0യ്ക്ക് ശേഷം വരുന്ന 9ന്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ 10 മടങ്ങ് ആയിരിക്കും. എത്ര വലിയ സംഖ്യയാണെങ്കിലും അത് എഴുതുന്നതിന് നമ്മൾക്ക് ഈ 10 ഡിജിറ്റുകൾ മാത്രമാണ് ആവശ്യമായിട്ട് വരുന്നത്. സെക്കൻഡ്, ബൈനറി നമ്പർ സിസ്റ്റം. എ നമ്പർ സിസ്റ്റം വിച്ച് യൂസസ് ഡിജിറ്റ് 0 and 1 to represent a number with base 2 is known as binary number system. Digits in binary number system are 0 and 1. അതായത് ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 0യും 1ഉം മാത്രമായ 2 ഡിജിറ്റുകൾ ഉപയോഗിച്ച് ബേസ് 2 ആയിട്ട് സംഖ്യകൾ എഴുതുന്ന നമ്പർ സിസ്റ്റത്തെയാണ് ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. 0 അല്ലെങ്കിൽ 1 എന്ന 2 ഡിജിറ്റ് മാത്രമേ ഈ നമ്പർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നുള്ളൂ. ബൈനറി നമ്പർ സിസ്റ്റമാണ് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾക്ക് വിശദമായിട്ട് മനസ്സിലാക്കേണ്ടത്. അതിനു മുന്നേ മറ്റ് 2 നമ്പർ സിസ്റ്റം കൂടി ഒന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. തേർഡ്, ഒക്ടൽ നമ്പർ സിസ്റ്റം. എ നമ്പർ സിസ്റ്റം വിച്ച് യൂസസ് ഡിജിറ്റ് ഫ്രം 0 to 7 to represent a number with base 8 is known as octal number system. Digits in octal number system are 0, 1, 2, 3, 4, 5, 6 and 7. അതായത് ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 0 മുതൽ 7 വരെയുള്ള 8 ഡിജിറ്റുകൾ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്പർ സിസ്റ്റമാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം. ഇതിൻ്റെ ബേസ് 8 ആയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ്,
hexadecimal number system. A number system which uses 16 digits to represent a number with base 16 is known as hexadecimal number system. Digits in hexadecimal number system are 0, 1, 2, 3, 4, 5, 6, 7, 8, 9 and letters A, B, C, D, E ആൻഡ് എഫ്. അതായത് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആകെ 16 ഡിജിറ്റ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ സിസ്റ്റമാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ വരുന്ന 16 ഡിജിറ്റുകളാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ. ദി ഇക്വലന്റ് ബൈനറി നമ്പർ ഓഫ് എ ഡെസിമൽ നമ്പർ ക്യാൻ ബി ഫൗണ്ട് ബൈ സക്സസീവ് ഡിവിഷൻ. ഒരു ഡെസിമൽ നമ്പറിനെ എങ്ങനെ ബൈനറി നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ഒരു ഡെസിമൽ നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് സക്സസീവ് ഡിവിഷൻ എന്നുള്ള ഒരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഉദാഹരണമായിട്ട് 17 എന്ന ഒരു നമ്പറിന്റെ ബൈനറി നമ്പർ കണ്ടുപിടിക്കാൻ ആണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിന്റെ മെത്തേഡാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ 17നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിന്റെ റിമൈൻഡർ റൈറ്റ് സൈഡിൽ എഴുതുക. വീണ്ടും ആ ലഭിച്ച സംഖ്യയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിന്റെ റിമൈൻഡർ റൈറ്റ് സൈഡിൽ എഴുതുക. അങ്ങനെ ലാസ്റ്റ് 0 അല്ലെങ്കിൽ 1 വരുന്നത് വരെ ഈ ഡിവിഷൻ റിപ്പീറ്റ് ചെയ്യുക. പ്രകാരം ഡിവൈഡ് ചെയ്ത് 0 അല്ലെങ്കിൽ 1 റിമൈൻഡർ ആകുന്നത് വരെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിമൈൻഡറുകൾ ഏറ്റവും അവസാനം ലഭിച്ച റിമൈൻഡറിൽ നിന്നും ആദ്യം ലഭിച്ച റിമൈൻഡർ വരെയുള്ള ഡിജിറ്റുകൾ ഒന്നിച്ചെഴുതുമ്പോൾ കിട്ടുന്നതാണ് ആ ഡെസിമൽ നമ്പറിന് ഈക്വലന്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ. 17ന് ഈക്വലന്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ എന്ന് പറയുന്നത് 10001 എന്നതാണ്. രണ്ടാമത്തെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് 278 എന്നുള്ള ഒരു ഡെസിമൽ നമ്പറിന് ഈക്വൽ ആയിട്ടുള്ള ബൈനറി നമ്പറാണ്. 278ന് ഈക്വൽ ആയിട്ടുള്ള ബൈനറി നമ്പർ എന്ന് പറയുന്നത് 1000101110 എന്നുള്ളതാണ്. നെക്സ്റ്റ് ഡെസിമൽ ഫ്രാക്ഷൻ ടു ബൈനറി കൺവേർഷൻ. ദി ഇക്വലന്റ് ബൈനറി നമ്പർ ഓഫ് ഡെസിമൽ ഫ്രാക്ഷൻ ക്യാൻ ബി ഫൗണ്ട് ബൈ റിപ്പീറ്റ് മൾട്ടിപ്ലിക്കേഷൻ. ഒരു ഡെസിമൽ ഫ്രാക്ഷന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ബൈനറി എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. 0.188 എന്നുള്ള ഒരു ഡെസിമൽ ഫ്രാക്ഷന് ഈക്വലന്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. ആദ്യം 0.188 എന്നുള്ളതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കിട്ടുന്ന റിസൾട്ട് റൈറ്റ് സൈഡിൽ എഴുതുക. അതിൽ ഡെസിമൽ പോയിന്റിന് ലെഫ്റ്റിലേക്ക് വരുന്ന ഹോൾ നമ്പർ റൈറ്റ് സൈഡിൽ എടുത്തെഴുതുക. വീണ്ടും ആ കിട്ടിയ റിസൾട്ടിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആ റിസൾട്ട് എഴുതുക. അതിലും ഡെസിമൽ പോയിന്റിന് ലെഫ്റ്റിലേക്ക് കിട്ടുന്ന ഹോൾ നമ്പർ എന്താണോ അത് റൈറ്റ് സൈഡിലേക്ക് എടുത്തെഴുതുക. വീണ്ടും ആ കിട്ടുന്ന സംഖ്യയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ കിട്ടുന്ന റിസൾട്ട് എഴുതുക. ആ റിസൾട്ടിലും ഡെസിമൽ പോയിന്റിന് ലെഫ്റ്റിലേക്ക് വരുന്ന ഹോൾ നമ്പർ എന്താണ് എന്നുള്ളത് റൈറ്റ് സൈഡിലേക്ക് എടുത്തെഴുതുക. അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഒരു 5 സ്റ്റെപ്പ് വരെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അത് നമ്മൾ മാക്സിമം ചെയ്യേണ്ടതില്ല. ഒരു 5 സ്റ്റെപ്പ് വരെയാണ് ചെയ്യേണ്ടത്. പ്രകാരം കിട്ടുന്ന റിസൾട്ടിൽ ഡെസിമൽ പോയിന്റിന് ലെഫ്റ്റിലേക്കുള്ള ഡിജിറ്റുകൾ 1 by 1 ആയിട്ട് എഴുതുമ്പോൾ കിട്ടുന്നതാണ് ഡെസിമൽ ഫ്രാക്ഷന് ഈക്വൽ ആയിട്ടുള്ള ബൈനറി നമ്പർ എന്ന് പറയുന്നത്. ഡെസിമൽ നമ്പറിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹോൾ നമ്പേഴ്സിനെ കൺവേർട്ട് ചെയ്യുന്നത് സക്സസീവ് ഡിവിഷനും ഫ്രാക്ഷണൽ നമ്പേഴ്സിനെ കൺവേർട്ട് ചെയ്യുന്നത് റിപ്പീറ്റ് മൾട്ടിപ്ലിക്കേഷനുമാണ്. ഹോൾ നമ്പേഴ്സിനെ സക്സസീവ് ഡിവിഷന് ശേഷം റിമൈൻഡേഴ്സ് റിവേഴ്സ് ഓർഡറിലാണ് എടുത്ത് എഴുതുന്നത്. അതേപോലെ ഫ്രാക്ഷണൽ നമ്പേഴ്സിനെ റിപ്പീറ്റ് മൾട്ടിപ്ലിക്കേഷന് ശേഷം അതിന്റെ ക്യാരി വരുന്നത് സെയിം ഓർഡറിലുമാണ് എടുത്ത് എഴുതേണ്ടത്. ഇവിടെ മറ്റൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നോക്കുക. 11.125 എന്ന ഒരു ഡെസിമൽ നമ്പറിനെയാണ് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യം 11 എന്നുള്ള നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിമൈൻഡേഴ്സ് റിവേഴ്സ് ഓർഡറിൽ എടുത്തെഴുതുന്നു. അതിനുശേഷം 0.125നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ 3 സ്റ്റെപ്പ് വരെയാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫ്രാക്ഷണൽ നമ്പറിനെ 3 തവണ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അതിന്റെ ഫ്രാക്ഷണൽ പോയിന്റിൽ വരുന്ന ഡിജിറ്റ് കംപ്ലീറ്റ് ആയിട്ട് 0 ആയതുകൊണ്ടാണ് മൾട്ടിപ്ലിക്കേഷൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തത്. പ്രകാരം 0 ആയില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 സ്റ്റെപ്പ് വരെ ആണ് മാക്സിമം നമ്മൾ ചെയ്യേണ്ടത്. 11.125 എന്നുള്ള ഡെസിമൽ നമ്പറിന് ഈക്വൽ ആയിട്ടുള്ള ബൈനറി നമ്പർ എന്ന് പറയുന്നത് 1011.001 എന്നുള്ളതാണ്.
സം ഡെസിമൽ നമ്പേഴ്സ് ആൻഡ് ഇക്വലന്റ് ബൈനറി നമ്പേഴ്സ്. ഡെസിമൽ നമ്പറിന് ഈക്വൽ ആയിട്ടുള്ള കുറച്ച് ബൈനറി നമ്പേഴ്സ് ആണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. 1ന് ഈക്വലന്റ് ആയിട്ടുള്ളത് 0 ആണ്, 2ന് ഈക്വലന്റ് ആയിട്ട് 10 ആണ് വരുന്നത്, 3ക്ക് ഈക്വലന്റ് ആയിട്ട് വരുന്നത് 11 എന്നുള്ളതാണ്. അങ്ങനെ 1 മുതൽ 10 വരെയുള്ള ഡെസിമൽ നമ്പേഴ്സിന് ഈക്വൽ ആയിട്ടുള്ള ബൈനറി നമ്പറുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ബൈനറി നമ്പർ സിസ്റ്റം ഇൻ കമ്പ്യൂട്ടേഴ്സ്. The binary number system is a way of representing data using only two digits, 0 and 1, and it is the primary language of computing system. It is used by almost all modern computers and computer-based devices because of its simplicity and effectiveness in reducing errors in data storage and transmission. ബൈനറി നമ്പർ സിസ്റ്റത്തിന്റെ കമ്പ്യൂട്ടറിലുള്ള ഉപയോഗം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇനി മനസ്സിലാക്കുന്നത്. ബൈനറി നമ്പർ സിസ്റ്റത്തിലെ 0 അല്ലെങ്കിൽ 1 എന്ന് പറയുന്ന 2 ഡിജിറ്റ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിന്റെ ലാംഗ്വേജിനെ പറ്റി പറഞ്ഞ അവസരത്തിൽ പറഞ്ഞിരുന്നു. കമ്പ്യൂട്ടറിന് അറിയാവുന്ന ഭാഷ എന്ന് പറയുന്നത് മെഷീൻ ലാംഗ്വേജ് ആണ്. മെഷീൻ ലാംഗ്വേജ് റെപ്രസെന്റ് ചെയ്യുന്നത് 0 അല്ലെങ്കിൽ 1 ആണ്. ബൈനറി ലാംഗ്വേജ് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡാറ്റ സ്റ്റോറേജിനും ട്രാൻസ്മിഷനും വളരെ എറർ കുറവായിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. സം ഇമ്പോർട്ടൻറ്റ് തിങ്സ് എബൌട്ട് ബൈനറി നമ്പർ സിസ്റ്റം. അടുത്തത് നമ്മൾ പരിശോധിക്കുന്നത് ബൈനറി നമ്പർ സിസ്റ്റത്തിനെ കുറിച്ചുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വസ്തുതകളാണ്. ബൈനറി നമ്പർ സിസ്റ്റത്തിനെ ബേസ് ടു ന്യൂമറൽ സിസ്റ്റം എന്നും അറിയപ്പെടുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൽ 2 ഡിജിറ്റ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. പിന്നീട് വരുന്നത് ബിറ്റ് എന്ന് പറയുന്ന ഒരു ടേമാണ്. ഈച്ച് ഡിജിറ്റ് ഇൻ ബൈനറി നമ്പർ ഈസ് കാൾഡ് ബിറ്റ്. അതായത് ബൈനറി നമ്പർ സിസ്റ്റത്തിലെ 2 ഡിജിറ്റാണ് ഉപയോഗിക്കുന്നത്, 0 അല്ലെങ്കിൽ 1. ഇതിൽ 0 അല്ലെങ്കിൽ 1 എന്നുള്ള ഒരു ഡിജിറ്റിനെയാണ് ബിറ്റ് എന്നറിയപ്പെടുന്നത്. ബിറ്റ് എന്ന് പറഞ്ഞാൽ ബൈനറി ഡിജിറ്റ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ്. ബൈനറി സിസ്റ്റത്തിൽ 1 എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് ഓൺ അല്ലെങ്കിൽ ട്രൂ എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്. അതുപോലെ 0 റെപ്രസെന്റ് ചെയ്യുന്നത് ഓഫ് അല്ലെങ്കിൽ ഫോൾസ് എന്നുള്ള ഒരു വാല്യൂ ആണ്. പിന്നീട് നമ്മൾ പരിശോധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്, അതായത് നമ്മുടെ പ്രോസസ്സർ അഥവാ CPU എന്ന് പറയുന്ന ചിപ്പ് നിർമ്മിച്ചിരിക്കുന്നത് ലക്ഷക്കണക്കിനുള്ള ട്രാൻസിസ്റ്ററുകൾ കൊണ്ടാണ്. ഈ ട്രാൻസിസ്റ്ററുകൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സിസ്റ്റം എന്ന് പറയുന്നത് ബൈനറി നമ്പർ സിസ്റ്റമാണ്. വാട്ട് ഈസ് ബിറ്റ്? എ ബിറ്റ് is the smallest unit of digital information that a computer can store or process. ബിറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിന് സ്റ്റോർ ചെയ്യുവാൻ അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ യൂണിറ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ ഇൻഫർമേഷനാണ് ബിറ്റ് എന്ന് പറയുന്നത്. ബൈനറി ഡിജിറ്റ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് ബിറ്റ്. ഒരു ബിറ്റിന് 2 വാല്യൂസ് ആണുള്ളത്, ഒന്ന് 0 അല്ലെങ്കിൽ 1. ഈ വാല്യൂ മറ്റൊരു തരത്തിലും റെപ്രസെന്റ് ചെയ്യുന്നു, ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. പിന്നീട് വരുന്നത് യെസ് ഓർ നോ, ഇതുമല്ലെങ്കിൽ ഓൺ ഓഫ്. ഈ 3 രീതിയിലും കൂടി ഈ വാല്യൂസിന് റെപ്രസെന്റേഷൻ വരുന്നുണ്ട്. സം ഇമ്പോർട്ടൻറ്റ് തിങ്സ് ടു നോ അബൌട്ട് ബിറ്റ്സ്. പുതുതായി ബിറ്റിനെ സംബന്ധിച്ച് കുറച്ച് വിശദമായ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം വരുന്നതാണ് നിബിൾ എന്ന് പറയുന്നത്. നിബിൾ എന്ന് പറഞ്ഞാൽ 4 ബിറ്റുകൾ ചേരുന്നതാണ് ഒരു നിബിൾ എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത് ബൈറ്റ്. ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റുകളുടെ ഒരു കൂട്ടമാണ് ഒരു ബൈറ്റ് എന്നറിയപ്പെടുന്നത്. ബൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുതൽ ലാർജ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ഒരു ബിറ്റ് എന്ന് പറഞ്ഞാൽ അതിന് ഓൺ അല്ലെങ്കിൽ ഓഫ്, 0 അല്ലെങ്കിൽ 1 അങ്ങനെ 2 സ്റ്റേറ്റിലുള്ള വാല്യൂസ് മാത്രമേ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് റെപ്രസെന്റ് ചെയ്യേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യേണ്ടി വരുമ്പോൾ കൂടുതൽ ബിറ്റുകൾ ആവശ്യമായി വരും. അപ്പോൾ അത്തരത്തിലുള്ള ബിറ്റുകൾ ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കേണ്ട സാഹചര്യം വരുന്നു. ഈ സാഹചര്യത്തിലാണ് ബിറ്റുകൾ നമ്മൾ ഗ്രൂപ്പായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ 8 ബിറ്റുകളുടെ ഒരു ഗ്രൂപ്പിനെയാണ് ഒരു ബൈറ്റ് എന്ന് അറിയപ്പെടുന്നത്. പിന്നീട് വരുന്നത് ഇതിൻ്റെ മെഷർമെൻറ്റ് യൂണിറ്റുകളാണ്. ബിറ്റ്, ബൈറ്റ്, അതിനുശേഷം അടുത്ത കാറ്റഗറി വരുന്നത് കിലോ ബൈറ്റ്, മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, ടെറാബൈറ്റ്, പെറ്റാബൈറ്റ്, എക്സാബൈറ്റ്, സീറ്റാബൈറ്റ്, യോട്ടാബൈറ്റ് എന്നിങ്ങനെയുള്ള കാറ്റഗറിയിലാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. പിന്നീട് മെമ്മറി എന്ന കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ബിറ്റ്, ബൈറ്റ് എന്നിവയാണ് ഒരു മെമ്മറിയുടെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്കുകൾ എന്ന് അറിയപ്പെടുന്നത്.
ഇത്തരത്തിലുള്ള വലിയ ഒരു എമൗണ്ട് ആയിട്ടുള്ള ബിറ്റുകൾ ഉപയോഗിച്ചാണ് നമ്മൾ വളരെ വലിയ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നതിനുള്ള മെമ്മറി തയ്യാറാക്കുന്നത്. ഈ ചിത്രത്തിൽ ഒരു ബൈറ്റിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ നോക്കിയാൽ ആദ്യത്തെ ഒരു 0 എന്ന് പറയുന്നതാണ് ഒരു ബിറ്റ്. പിന്നീട് വരുന്ന 1 1 0 0 1 1 0 ഇങ്ങനെയുള്ള 8 ബിറ്റുകൾ കൂട്ടിച്ചേർത്ത് ഒരു ബൈറ്റ് ആയിട്ടുള്ള ഒരു വലിയ ഇൻഫർമേഷനാണ് ഇവിടെ സ്റ്റോർ ചെയ്തതായിട്ട് റെപ്രസെന്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. കമ്പ്യൂട്ടർ മെമ്മറി യൂണിറ്റ് ആൻഡ് എക്സ്പ്ലനേഷൻ. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും എങ്ങനെയാണ് കമ്പ്യൂട്ടറിന്റെ മെമ്മറി എന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കമ്പ്യൂട്ടർ മെമ്മറിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളാണ് ഈ 2 ടേബിളുകളിലായി കൊടുത്തിരിക്കുന്നത്. ഈ ടേബിൾ പരിശോധിച്ചാൽ എങ്ങനെയാണ് കമ്പ്യൂട്ടർ മെമ്മറിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. 4 ബിറ്റുകൾ ചേർന്നിട്ടാണ് ഒരു നിബിൾ എന്നറിയപ്പെടുന്നത്. അത്തരത്തിൽ 8 ബിറ്റുകൾ ചേർന്നതാണ് ഒരു ബൈറ്റ്. 1024 ബൈറ്റുകൾ കൂടിച്ചേരുമ്പോഴാണ് ഒരു കിലോ ബൈറ്റ് ആകുന്നത്. 1024 കിലോ ബൈറ്റുകൾ കൂടിച്ചേരുമ്പോഴാണ് ഒരു മെഗാബൈറ്റ് ആകുന്നത്. ഇത്തരത്തിലുള്ള 1024 മെഗാബൈറ്റുകൾ ചേർന്നതാണ് ഒരു ജിഗാബൈറ്റ് എന്ന് പറയുന്നത്. 1024 ജിഗാബൈറ്റ് ചേരുന്നതാണ് ഒരു ടെറാബൈറ്റ്. 1024 ടെറാബൈറ്റുകൾ ചേർന്നതാണ് ഒരു പെറ്റാബൈറ്റ്. 1024 പെറ്റാബൈറ്റ് ചേർന്നതാണ് ഒരു ഹെക്സാബൈറ്റ്. 1024 ഹെക്സാബൈറ്റ് ചേർന്നതാണ് ഒരു സെറ്റാബൈറ്റ്. 1024 സെറ്റാബൈറ്റ് ചേർന്നതാണ് ഒരു യോട്ടാബൈറ്റ്. ഇങ്ങനെയാണ് കമ്പ്യൂട്ടറിന്റെ മെമ്മറിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ബൈനറി നമ്പർ സിസ്റ്റം എന്താണ് ബിറ്റ്, ബൈറ്റ്, മെഗാബൈറ്റ് എന്നിവ? ബൈനറി നമ്പർ സിസ്റ്റത്തിന്റെ കമ്പ്യൂട്ടറിലുള്ള ആപ്ലിക്കേഷൻ എങ്ങനെയാണ്? ഇതിൽ നിന്നും എങ്ങനെയാണ് കമ്പ്യൂട്ടർ മെമ്മറിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവച്ചത്. ടോട്ടൽ സൊല്യൂഷൻസ് ഇൻഫോടെക്കിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ടെക്നോളജി സംബന്ധമായി നമ്മളുടെ ചാനലിലുള്ള മറ്റു വീഡിയോസ് കാണുന്നതിനായി ചാനൽ വിസിറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം.